മാട്രിമോണി വഴി വളരെ പണക്കാരായ വയസ്സായ കല്യാണപ്രായമായിട്ടും കല്യാണമാവാത്ത ആണുങ്ങളെ വലയിലാക്കി അവരുടെ ചിലവിൽ തന്നെ കല്യാണവും കഴിച്ച് പണവും സ്വർണവും വാങ്ങി മുങ്ങലായിരുന്നു ബിന്ദുവിന്റെ പണി. ഇവരാരും തന്നെ നാണക്കേട് കാരണം പോലീസിൽ കേസ് കൊടുത്തതുമില്ല, പുറത്തു പറഞ്ഞതുമില്ല. എന്നാൽ സുഭാഷുമായുള്ള കല്യാണ ദിവസം ബിന്ദുവിനെ തേടി അവൾ ചതിച്ചിട്ട് പോയ 5 പേർ കല്യാണ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്ര തവണ ചോദ്യം ചോദിച്ചിട്ടും അവൾക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ സ്നേഹത്തോടെയുള്ള ഇടപെടലിന് ശേഷം ബിന്ദു അവളുടെ കഥ പറയാനായി തുടങ്ങി. ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അവൾ ജനിച്ചിരുന്നത്. ഒരു ഉരുൾപൊട്ടലിൽ അവളുടെ അച്ഛൻ മരിക്കുകയും അവൾ അമ്മയും കൂട്ടി ആ നാട് വിട്ടു പോവുകയും മൈസൂരുള്ള അവളുടെ അച്ഛന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അച്ഛന്റെ സുഹൃത്തിന്റെ മകന്റെ സഹായത്തോടു കൂടി അവരൊരു വീട് കണ്ടുപിടിക്കുകയും അവൾക്കുള്ള ജോലി അന്വേഷിക്കാനായി തുടങ്ങി. അതിനിടയിൽ അവരുടെ ബന്ധം പ്രണയമായി മാറി. എന്നാൽ അപ്രതീക്ഷിതമായി അമ്മക്ക് വന്ന അസുഖം അവളെ മാനസികമായി തളർത്തുകയും ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് തന്നെ പലിശക്ക് പണം കൊടുക്കുന്ന മാട്രിമോണി സൈറ്റൊക്കെ നടത്തുന്ന ഡേവിഡ് എന്ന ആളെ കാണാനായി പോയി. എന്നാൽ അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഡേവിഡ് അവളെ മുതലെടുക്കാനായി ശ്രമിച്ചു. അവളുടെ സൗന്ദര്യം കണ്ടതുകൊണ്ട് തന്നെ അവളെ വിവാഹ തട്ടിപ്പിൽ പങ്കെടുപ്പിക്കാനായി തീരുമാനിച്ചു. ആദ്യം അവൾ മടിച്ചെങ്കിലും പിന്നീട് അമ്മയുടെ അവസ്ഥ ഓർത്ത് പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒറ്റ തവണത്തേക്ക് അവൾ സമ്മതിച്ചു. അങ്ങനെ ആദ്യത്തെ ശ്രമം അതിവിജയകരമായി നടക്കുകയും അവർക്ക് ഒരുപാട് സ്വർണവും പണവും കിട്ടുകയും ചെയ്തു. എന്നാൽ ആ ഡേവിഡ് അവളുടെ വീട് കണ്ടുപിടിച്ച് അവളുടെ വീട്ടിലേക്ക് വന്ന് പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ഇത് തുടരാനായി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവൾ എല്ലാത്തിനും നിന്നുകൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അവളുടെ കാമുകൻ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും ഡേവിഡ് വളരെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായതുകൊണ്ട് തന്നെ അവർ കേസെടുക്കാൻ തയ്യാറായില്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഈ സ്റ്റേഷനിലെ പോലീസുകാർക്ക് അവളോട് സഹതാപം തോന്നുകയും അവളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ശ്രമിക്കാനായി തുടങ്ങി. അതിനായി ബിന്ദുവിനെയും കൂട്ടി അവരൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയും അവളെ അവിടെ ഇരുത്തുകയും അവളെ കാണാനായി ഡേവിഡ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനായി തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം അവർ കരുതിയതുപോലെ തൊപ്പി വെച്ചൊരാൾ വരികയും തന്റെ കണ്ണുകൊണ്ട് അത് ഡേവിഡാണെന്നുള്ള സിഗ്നൽ ബിന്ദു അവർക്ക് കൈമാറുകയും ചെയ്തു. അയാളെ കൈയോടെ പിടികൂടി തൊപ്പിയൊക്കെ മാറ്റി നോക്കിയതിനു ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് അത് ഡേവിഡ് ഒന്നും അല്ലായിരുന്നു എന്ന്. കാര്യം ഉറപ്പിക്കുന്നതിനായി അവർ തിരിഞ്ഞു നിന്ന് ബിന്ദുവിനെ നോക്കിയതും അവളെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവരെ എല്ലാവരെയും കബളിപ്പിച്ച് അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതുവരെ അവൾ പറഞ്ഞ കഥകളൊക്കെ നുണക്കഥകളായിരുന്നു. അതൊക്കെ വിശ്വസിച്ച ആ പോലീസുകാരും മണ്ടന്മാരായി. ആ സ്റ്റേഷനിൽ വെച്ച് കണ്ട സീരിയലിലെ കഥയായിരുന്നു അവൾ തന്റെ ജീവിത കഥയായി നുണയായി പറഞ്ഞത്.